ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജാസ് സൈനുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകും. നിങ്ങൾ കാണുമ്പോഴേ അറിയാം, മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിന്റെ യൂസർ റിവ്യൂ ആണ് ഞാൻ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. എൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പം ഇതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദ റോഡ്, അതേപോലെ ഫിനാൻസ് എത്ര കിട്ടും, അതേപോലെ ഇതിനകത്ത് എന്തൊക്കെയാണ് ആക്സസറീസ് ചെയ്തത്, എല്ലാ ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നേരെ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. വാ ഫ്രണ്ട്സ്, അപ്പം ഈ കാണുന്ന വണ്ടി മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ഫുൾ ഓപ്ഷൻ ഗ്രേ കളറാണ്. അപ്പൊ നമ്മുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മോഡലുണ്ട്. സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ. ഇതാണ് ടോപ്പ് വേരിയന്റ്. ആൽഫ എന്നാണ് പറയുന്നത്. ഇതിന് 6 കളറുകളുണ്ട്, അവൈലബിൾ ആണ്. അതേപോലെ ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ പ്രൈസ് എക്സ് ഷോറൂം പ്രൈസ് വന്നിട്ട് 7,61,000 രൂപയാണ് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ്. ഇൻഷുറൻസ് വന്ന് 31,092 രൂപയും റോഡ് ടാക്സ് 15 ഇയർ അത് വന്നിട്ട് 98,930 വരെ വരും. എക്സ്റ്റേണൽ വാറന്റി 5 ഇയർ അല്ല എങ്കിൽ 1,00,000 കിലോമീറ്ററാണ്. അതിന് നമ്മൾ എക്സ്ട്രാ പൈസ പേയ്മെന്റ് അടയ്ക്കുന്നത് 15,305 രൂപയും അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് 955 രൂപയും ഫാസ്റ്റ് ട്രാക്ക് 600 രൂപയും അതുപോലെ ഓട്ടോ കാർഡ് നെക്സാഡ് 893 രൂപയും വരുന്നുണ്ട്. പിന്നെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 9,87,075 രൂപയാണ് വണ്ടി വില. ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം അടുത്താവുന്നേ ഉള്ളൂ. 1000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് കൺസ്യൂമർ ഓഫർ ഉണ്ടായിരുന്നു. 35,000 രൂപ കൺസ്യൂമർ ഓഫറും അതുപോലെ കോപ്പറേറ്റ് ഓഫർ 3,500 രൂപയും ഉണ്ട്. എനിക്കാണെങ്കിൽ കോപ്പറേറ്റ് ഓഫർ കിട്ടിയില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ കോപ്പറേറ്റ് ഓഫറിന്റെ നമ്മുടെ ആ കാർഡിന്റെ സീൽ എനിക്ക് കറക്റ്റ് ആയില്ല, അതുകൊണ്ട് അത് റിജക്റ്റ് ആയിപ്പോയി. എനിക്ക് ഈ 35,000 രൂപ ഓഫർ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് 8,73,775 രൂപ ആയിട്ട് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് 8,73,775 രൂപ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എനിക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ലോണ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നല്ല സിവിൽ സ്കോർ ഉള്ള ആളുകൾക്ക് നമുക്ക് നല്ല ലോണ് കിട്ടും. എനിക്ക് നല്ല സിവിൽ സ്കോർ ഉള്ളതുകൊണ്ട് എനിക്ക് 96 രൂപ അടച്ചാൽ മാത്രമേ ഉള്ളായിരുന്നു ഈ വണ്ടി എനിക്ക് കിട്ടാനായിട്ട്. 96 രൂപ മാത്രം അടച്ചാൽ മതിയായിരുന്നു. ഞാനിത് 7 ഇയർ ആണ്, 7 വർഷമാണ് ഈ CC ഇട്ടിട്ടുള്ളൂ. CC ഇട്ടേക്കുന്ന ബാങ്ക് ഇൻഡസെന്റ് ബാങ്ക് ആണ്. അത് 7 വർഷം നമ്മൾ അടച്ചു വരുമ്പോൾ എക്സ്ട്രാ നമുക്ക് 3 ലക്ഷം രൂപ പലിശ പോവും. എല്ലാ മാസവും 15-ാം തീയതി അല്ല എങ്കിൽ 30-ാം തീയതി ലോൺ വരും ഇൻഡസെന്റ് ബാങ്കിന്റെ. എനിക്കൊരു 13,000 രൂപ അടവുണ്ട് ഈ വണ്ടിക്ക്. അപ്പം നല്ല സിവിൽ സ്കോർ ഉള്ള ആൾക്ക് ഇത്രയും നമുക്ക് ലോണ് കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി 1.2 ലിറ്ററും 4 സിലിണ്ടർ എഞ്ചിനുമാണ്. 1,797 CC ആണ് എഞ്ചിന്. 83 PS-ഉം 131 ടോർക്കും ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 24.5 മുകളിൽ നമുക്ക് കമ്പനി മൈലേജ് പറയുന്നുണ്ട്. എനിക്ക് വണ്ടി എടുത്തപ്പോൾ ഒരു 17.4, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ 19.4 ലഭിക്കുന്നുണ്ട് ഈ വണ്ടിക്കകത്ത് നിന്ന്. പിന്നെ ഇതിന്റെ ലെങ്ത് പറയുകയാണെങ്കിൽ 3,700 mm അതുപോലെ 1,690 mm വിത്തുമുണ്ട്. അതുപോലെ 1,595 ഹൈറ്റും 2,435 mm വീൽ ബേസും ഈ വണ്ടി നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ വണ്ടിയുടെ ഫ്രണ്ടിന് നമുക്ക് തുടങ്ങാം ഈ വണ്ടിയുടെ കാര്യങ്ങൾ. ഈ വണ്ടി DRL ലൈറ്റ് ഇങ്ങനെ U പോലെ ഈ വണ്ടി നമുക്ക് എടുക്കുമ്പോൾ ലഭിക്കുന്നതാണ്. അതേപോലെ പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ U പോലെ ഒരു സ്റ്റീലില് അവരെ വണ്ടിയുടെ ഒരു ഇത് അവർ ചെയ്തിട്ടുണ്ട്. അത് യൂണിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ മാരുതി സുസുക്കിയുടെ ഈ ഞാനത് സ്റ്റീൽ കളറായിരുന്നു, ഞാനത് മാറ്റ് ബ്ലാക്ക് ചെയ്തതാണ്. പിന്നെ ഇതിന് ഫോഗ് ലാമ്പ് ഉണ്ട്. ഈ ഫോഗ് ലാമ്പാണ് ഈ കത്തി കിടക്കുന്നത്. ഹാലജൻ ബൾബാണ്, LED അല്ല. പിന്നെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈപ്പറിന്റെ ഈ വെള്ളം ചീറ്റുന്ന ഒരു ഇതല്ലേ, അത് ഈ ബോണറ്റിന്റെ മണ്ടയിലായൊരു ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഈ ടേൺ ഇൻഡിക്കേറ്റർ ഈ മിററിന്റെ ഇവിടെ അവർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബ്ലൈൻഡ് മിറർ ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. അതെനിക്ക് ഈ രണ്ടും കൂടെ വന്നപ്പം
ഫിറ്റിംഗ് ചാർജ് ഒന്നും മേടിച്ചില്ല, 700 രൂപ ആയതേ ഉള്ളൂ, ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ സൈഡ് നല്ല സ്കീറ്റിങ് അവർ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബമ്പർ ബോണറ്റിന്റെ അവിടെ ഒരു ചെറിയൊരു ഇത് ഡിസൈനും അവർ നൽകിയിട്ടുണ്ട്. കണ്ടേല ഒരു മിനി XUV മോഡൽ വണ്ടിയാണ്, നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ കാണുന്ന പോലല്ല, വണ്ടി കുഞ്ഞതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പേസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് വരുന്നതാണ് അലോവിയിലും ഈ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അലോവിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. യു കട്ടാണ് അലോവിയിൽ, ബ്ലാക്ക് ആണ്. അതേപോലെ 150 EP ആണ് ഇത് കൊടുത്തേക്കുന്നത്. 175, 65, 615, 84H ആണ് ടയറിന്റെ ഇത് വരുന്നത്. പിന്നെ ഈ ഡോറിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇത് കീലെസ് ആണ് നമ്മുടെ വണ്ടി, റിമോട്ടാണ്. ഇതാണ് ഇതിന്റെ റിമോട്ട്. പക്ഷെ ഇതിന് ഞാൻ കവർ എക്സ്ട്രാ ഇതിനകത്ത് ഇട്ടതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 305 രൂപ വിലയാണ്, നല്ല സ്റ്റാൻഡേർഡ് ആണ്. ഇതിന്റെ ഒറിജിനൽ ആകുമ്പം ഫുൾ ബ്ലാക്ക് ആണ്, ഇതിപ്പോ നമുക്കൊരു ഗോൾഡും ബ്ലാക്കും കൂടെ ചേർന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഡോറിന്റെ ഇത് കൊടുത്തേക്കുന്നത് ഞാൻ എക്സ്ട്രാ ഷോറൂമിൽ നിന്ന് ഫിറ്റ് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ഈ ഒരു ഇത് കാണുമ്പോൾ വണ്ടിക്ക് നല്ല അടിപൊളി ലുക്കാണ്. അതേപോലെ ഈ റെയിൻ്റെ കാർഡും ഇത് ചെയ്തേക്കുന്നത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്, വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഷോറൂമിൽ ചെയ്തതാണ്. ഇത് എല്ലാം കൂടെ ഞാൻ പറയാം, ഈ എത്ര രൂപ ആയിട്ടുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം കൂടെ. 10-26 രൂപയുടെ സാധനം എനിക്കൊരു 14 രൂപയ്ക്ക് ഷോറൂമിൽ നിന്ന് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഓഫർ കഴിഞ്ഞിട്ടാണ്. ഇതേപോലെ ലൈറ്റ് 50% നമുക്ക് ഈ കൂളിങ്ങിന്റെ ഇത് ഉള്ളതാണ്. ഞാൻ ഈ ഫിലിം ഒട്ടിച്ചിട്ടുള്ളത്, വെഹിക്കിളിന് പ്രശ്നമാവാത്ത രീതിക്കുള്ളതാണ്. ഈ സൈഡിലോട്ടൊക്കെ വരുമ്പം നമുക്ക് കാണാം, ഈ ലെഫ്റ്റ് സൈഡിലാണ് ഈ പെട്രോളിന്റെ ടാങ്ക് വന്നിട്ടുള്ളത്. 32 ലിറ്റർ അടുത്ത് പെട്രോൾ കൊള്ളും. പിന്നെ ഈ ഒരു ഇതാണ് ഈ പൂച്ച മാന്തി പോലെ ഇരിക്കുന്ന 3 കട്ടാണ് ഇതിന്റെ ഐഡന്റിറ്റി. നേരത്തെ ഉള്ള റിറ്റ്സിന് ഇതേപോലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, പക്ഷെ ഇത് നല്ലതാണ്, ഈ ലുക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റും. വണ്ടി പൊളിയാണ്. പിന്നെ റൂഫ് റെയിൽസ് ആണ് ഈ നൽകിയിരിക്കുന്നത്. ഈ വണ്ടി ബേസ് മോഡൽ തൊട്ടേ ഇതിനകത്തുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡീഫോഗർ ലൈന്, വാഷർ, വൈപ്പർ, സ്പോയിലർ എന്ന് വേണ്ട എല്ലാ ഹാൻഡിന എല്ലാ സംഭവം ഇതിന്റെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ടേൺ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും റിവേഴ്സിന്റെ എല്ലാം വേറൊരു പഴയ രീതിയിലുള്ള ഒരു ഫീലാണ് നൽകിയിരുന്നത്. ഞാനപ്പോൾ ഒരു ചെറിയ രീതി ഒരു മാറ്റ് ബ്ലാക്ക് ഇത് സ്റ്റിക്കർ ഞാൻ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇഗ്നിസ് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റീലിന്റെ ഒരു ഇതിലായിരുന്നു ആ മാരുതി സുസുക്കിയുടെ എംബ്ലം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനത് ചെറിയൊരു മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഈ വണ്ടി ലഭിക്കുന്നത് നെക്സായുടെ ഷോറൂമിൽ നിന്നാണ്. അവിടെ ഇവിടെ നെക്സാണ് എഴുതിയിട്ടുണ്ട്. ഇവിടെ സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി സെറ്റാണ്. ഇവിടെ ഇങ്ങനെ ഒരു റിവേഴ്സ് ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഓപ്ഷൻ ആണ് റിവേഴ്സ് ക്യാമറ ഉള്ളത്. നമുക്ക് ഇതിന്റെ ഡിക്കി തുറന്ന് നോക്കാം. ഡിക്കി തുറക്കുമ്പോൾ തന്നെ പാഴ്സൽ ട്രേ എല്ലാം ഇതിനകത്തുണ്ട്. വണ്ടി മേടിച്ചുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊരു കവർ കിട്ടി. പിന്നെ ടൂൾസ് ഉണ്ട്. പിന്നെ ഒരു ഡ്രിം ഒരു ടയറും വീലുമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും നല്ല അടിപൊളിയാണ്. 175, 65, 615 ആണ് ഈ വീല് സൈസ് വരുന്നത്. പിന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് ഉണ്ട്, രാത്രി കാലങ്ങളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കുഴപ്പമില്ല, വണ്ടി അത്യാവശ്യം സെറ്റാണ്. അതേപോലെ 60-40 ഡിഗ്രി സീറ്റ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വണ്ടി അത്യാവശ്യം സെറ്റ് വണ്ടിയാണ്, കുഴപ്പമില്ല. സ്പേസ് ഉണ്ട്. 260 ലിറ്റർ ആണ് ഇതിന്റെ സ്പേസ് വരുന്നത് ബാക്കില്. വണ്ടി കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് അല്ല, അത് ഡിസ്പ്ലേ ചുമ്മാ കൊടുത്തേക്കുവാണ്. അത് ഞാൻ സ്മോക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇതിനകത്തൊരു ക്രോസ് ബാർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മാരക ലുക്കായിരിക്കും. വണ്ടി വേറെ ഒന്നും പറയാനില്ല. ഈ സൈഡ് വരുമ്പോഴും ഇതെല്ലാം ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നത്. ഈ സൈഡില് ഇതെല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇത് തന്നെ ഇഗ്നിസിന്റെ തന്നെ എംബ്ലം ഒക്കെ ഉള്ളതാണ്. അത്യാവശ്യം വണ്ടി കുഴപ്പമില്ല. പിന്നെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈഡ് മിററാണ്. പിന്നെ നമുക്കിനി അകത്തോട്ട് കയറി അകത്തുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. തുറക്കുമ്പോൾ തന്നെ ഇത് 2 കളറിലായിട്ടാണ് വന്നേക്കുന്നത്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് വൈറ്റിലുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. ഈ വൈറ്റ് പെട്ടെന്ന്
അഴുക്കാവുന്ന ഒരു പ്രശ്നമുണ്ട്. അതേ ഉള്ള ഒരു പ്രശ്നം, അല്ലാതെ വേറൊരു കുഴപ്പമില്ല. 4 ഡോറ്, പവർ വിൻഡോ, പിന്നെ ലോക്ക്, ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ളത്, ഡോർ ലോക്ക് ചെയ്യാനുള്ളത്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ആണ്. 2 മിററും, പിന്നെ ഇത് നല്ലൊരു ഹാൻഡിൽ നമുക്ക് പിടിച്ചടയ്ക്കാനുള്ള ഒരു ഹോമിയം ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ഇതിന്റെ അടിയിലായിട്ടൊരു ലൈറ്റ് ഉണ്ട്. ഡോറ് തുറക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. രാത്രി കാലങ്ങളിൽ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഡോറിൽ ചെറിയ ട്യൂട്ടർ ഉണ്ട് 2 ഡോറിലായിട്ട്. പിന്നെ 4 ഡോറിലും നല്ല അടിപൊളി, അത്യാവശ്യം നല്ല ഇൻസ്ട്രുമെന്റ്, നല്ല സ്പീക്കറാണ്. എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വണ്ടിയിലോട്ട് കയറുമ്പോൾ തന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കണ്ടോ, ഇത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്വിച്ച് കഴിഞ്ഞാൽ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ ചരിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഇവിടെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ളത് എന്ന് വേണ്ട എല്ലാം ഉണ്ട്. സ്റ്റിയറിംഗ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മാത്രമേ ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ സീറ്റ് കവറ്, പിന്നെ മാറ്റ്, അണ്ടർ കോട്ടിംഗ് പെയിന്റ്, ഇതെല്ലാം ഞാൻ എക്സ്ട്രാ ഷോറൂമിൽ ചെയ്തതാണ്. ഷോറൂമിൽ ചെയ്തപ്പം തന്നെ എനിക്ക് നല്ല ലാഭമായിരുന്നു. 10-15,000 രൂപ കുറച്ചാണ് കിട്ടിയത്. ഉണ്ട് ഇവിടെ 2 എയർ ബാഗ് ഉണ്ട്. ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട്. വണ്ടി സൂപ്പറാണ്. സ്റ്റിയറിംഗ് കവർ എല്ലാം ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് ഷോറൂമിൽ എടുത്തപ്പം തന്നെ. പിന്നെ ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കാർ വരെ ഇവിടെ ലഭിക്കുന്നതാണ്. ഈ വണ്ടി ഇലക്ട്രിക്കൽ വണ്ടിയില്ല, അതേപോലെ ഡീസലും ഇല്ല, ഉള്ളി പെട്രോൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഇനി ഇത് AC യുടെ വിൻഡോ ആണ്. നല്ല അടിപൊളി പ്രീമിയം ലുക്കിലാണ്, നമുക്കിത് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇത് കണ്ടോ, ഇത് ഡിജിറ്റൽ അല്ല, ഫുള്ള് ഇത് ബ്രൈറ്റ്നെസ് കൂട്ടുന്നതാണ് ഈ മീറ്ററിന്റെ. പിന്നെ ഇതിനകത്ത് ഇൻഫോം ഉണ്ട്, ട്രിപ്പ് ഉണ്ട്. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. വണ്ടി കീലെസ് ആണ്. ഇതാണ് എന്റെ റിമോട്ട്. പിന്നെ ഇത് ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ബോണറ്റ് തുറക്കുന്നതാണ്. പിന്നെ ഇവിടെ ആണ് ഈ പെട്രോളിന്റെ ടാങ്കിന്റെ തുറക്കുന്നതുള്ളത്. പിന്നെ ഇതിനകത്ത് 5 ഗിയറാണ്, നല്ല അടിപൊളി ഗിയറാണ്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. പിന്നെ എനിക്കൊരു പോരായ്മയുണ്ട്, ഇവിടെ ഹാം റെസ്റ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പിന്നെ ഇവിടെ ടിക്കറ്റ് ഹോൾഡർ ഉണ്ട്. ഇവിടെ സെൻട്രലായിട്ടൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് ഈ സൈഡിലായിട്ട്. പിന്നെ ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന മിററാണ്. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ ഇതുണ്ടോ, അടിപൊളി സെറ്റാണ്. ഇതിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ സൗണ്ട്. സൈലന്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. വണ്ടി സൈലന്റ് ആണ്. AC ഒക്കെ പക്കയാണ്. ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെയാണ്. നല്ല പ്രീമിയം ലുക്കിലാണ്. ഹസാർഡ് ലൈറ്റിന്റെ ഒരു സ്വിച്ച് ഉണ്ട്. സെറ്റ് ഓണായി വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ, സെറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് ഉണ്ട്, USB ഉണ്ട്. ഇന്ന് വേണ്ട എല്ലാം വണ്ടിക്ക് സെറ്റാണ്. നമുക്ക് വിചാരിക്കുന്ന പോലെയുള്ള വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. വണ്ടി പൊളിയാണ്. ഇനി അതിന്റെ ബോണറ്റ് തുറന്ന് ഞാൻ കാണിക്കാം. ബോണറ്റ് തുറന്ന് കാണിക്കാം. ഇതാണ് ബോണറ്റിൻ്റെ ഇത്. ബോണറ്റ് തുറക്കാം. കണ്ടോ, ഇതിന് ഇൻസുലേഷൻ ഒക്കെ ചെയ്താണ് വണ്ടി ബോണറ്റിന്റെ മണ്ടയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് എഞ്ചിൻ ഭാഗം. പിന്നെ ഒരു പോരായ്മ തോന്നിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ അടിയിൽ എഞ്ചിൻ കവർ ഇല്ല. അതൊരു പോരായ്മ തന്നെയാണ്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബലവരങ്ങയൊക്കെ ഉണ്ട്, നമുക്ക് ഈ അടിയിൽ നിന്ന് ചെളിയും അതേപോലെ തന്നെ ഇഴജന്തുക്കളും കാര്യങ്ങളൊന്നും കയറത്തില്ലായിരുന്നു. അത് ഈ ഇഗ്നിസ് കൂടെ നൽകിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും, ഇന്ത്യയിൽ എവിടെ പോയാലും ഈ വണ്ടിയുടെ സർവീസ് നമുക്ക് ലഭിക്കും. അതേപോലെ സർവീസ് സെന്റർ ആൾക്കാർ നല്ല മാന്യമായിട്ടാണ് നമ്മളത് പെരുമാറിയിട്ടുള്ളത്. വേറെ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. വണ്ടിയുടെ പാർട്സ് എവിടെ പോയാലും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വണ്ടിക്ക് കുറച്ച് വെയിറ്റ് കുറവുണ്ടെന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. പാവപ്പെട്ടവന്റെ വണ്ടിയാണ് മാരുതി സുസുക്കി. വലിയ വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഈ ബാക്കിലെ സീറ്റിന് ഒന്ന് നോക്കാം. ടൈ സപ്പോർട്ട് ഉണ്ടോ, ലെഗ് സ്പേസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാക്കിൽ വരുമ്പോൾ ഇത്രയും നമുക്ക് ഡോർ ഇങ്ങനെ തുറന്നു വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വാട്ടർ ട്രേ ഉണ്ട്. പിന്നെ ഇവിടെ പവർ വിൻഡോയുടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഡോറിന്റെ സ്വിച്ചും
അതേപോലെ അത് ക്രോമിയമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. റൂഫിന്റെ ഉണ്ടോ, ലെഗ് സ്പേസ് ഉണ്ട്, ടൈ സപ്പോർട്ട് ഉണ്ട് എന്നും പറഞ്ഞു വലുതായിട്ടില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് യാത്ര ചെയ്ത് പോവാം. അതേപോലെ ഈ സീറ്റ് ഹെഡ് റെസ്റ്റ് ഉള്ളതാണ്. ഇവിടെ ഹെഡ് റെസ്റ്റ് ഉണ്ട് ബാക്കിൽ. ഇവിടെ ഒരു 3 പേർക്ക് അത്യാവശ്യം ഇരുന്ന് പോവാം. മറ്റു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടെ ഹാൻഡിലുണ്ട്, എല്ലാം ഉണ്ട്. വണ്ടി സെറ്റാണ്. നമ്മള് പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഇതല്ല ഈ വണ്ടിക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി എന്ന് പറയാം. സീറ്റ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടുള്ളൂ. ഏകദേശം ഇവിടെ ഇത്രയും ഒരു സ്പേസ് നമുക്ക് വരും, ലെഗ് സ്പേസ്. അത്യാവശ്യം 2 വലിയ പേർക്കും ഒരു കുഞ്ഞ് അവർക്ക് നമുക്ക് ഇരുന്ന് പോകാം. പക്ഷെ ഇവിടെയും കൂടെ ഒരു ചാർജിങ്ങിന്റെ പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ ഞാൻ ഇത് കാണിച്ചില്ല, നിങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അതുകൂടെ ഒന്ന് കാണിക്കാം. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഉള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഞാൻ വണ്ടി ഓടിച്ച് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാം. വണ്ടി നല്ല പക്ക പുള്ളിങ് ആണ്, സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ്. അപ്പൊ നമുക്കിനി വണ്ടി ഓടിച്ച് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നുകൂടെ ഒന്ന് പറയാം. മതി ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടി ന്യൂട്രാക്കിയിട്ടാണ്, പുഷ് ബട്ടൺ ആണ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്കയായിട്ട് വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നൈസാണ്. എന്നിട്ട് അങ്ങോട്ട് ഫസ്റ്റ് ഇടുക, എതുക്കെ വണ്ടി അങ്ങോട്ട് എടുക്കുക. കണ്ടോ, നല്ല പുള്ളിങ്ങാ വണ്ടിക്ക്. വണ്ടി എതുക്കെ എടുത്തു. ഇനി അടുത്ത അങ്ങോട്ട് സെക്കൻഡ് ഗിയർ മാറ്റി. ആ വണ്ടിയുടെ കാല് കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുഞ്ഞു ഫ്ലൈറ്റ് പോകുന്ന ഒരു സൗണ്ടാണ് വണ്ടി കാല് കൊടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ. ഇപ്പൊ ഈ സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ടാണ് ടു അലാറം അടിക്കുന്നത്. കണ്ടോ, മാരക വണ്ടി ഓടിക്കാൻ. ബാക്കിൽ ഇരിക്കുന്നതിനെക്കാളും പക്ക സുഖം കേട്ടോ വണ്ടി ഓടിക്കാൻ. ഓരോരുത്തർ ഇതിന്റെ നെഗറ്റീവ് ഒരുപാട് കമന്റ് ഒക്കെ ഇടുന്ന കേട്ടോ. ഞാൻ സത്യം പറയാൻ എനിക്ക് ഈ വണ്ടി ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ബലവാനായിരുന്നു ഇഷ്ടം എനിക്ക്. പക്ഷെ ഈ വണ്ടി ഓടിച്ചപ്പം ടെസ്റ്റ് ഡ്രൈവിനെ കൊണ്ട് തന്നപ്പം എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. നമ്മുടെ എക്സിക്യൂട്ടീവ് ആയിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ ജിൻഷാദ്, പത്തനാപുരം ഇൻഡസ്ട്രിയിലെ എക്സിക്യൂട്ടീവ് ആണ്. അവന്റെ കെയർ ഓഫിലാണ് ഞാൻ വണ്ടി എടുത്തത്. അവന്റെ നമ്പർ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ അടിയിലും ഇടുന്നതായിരിക്കും. എന്തെങ്കിലും ഡീറ്റെയിൽസ് ലോൺ പരമായിട്ടോ അല്ല വണ്ടിയുടെ ഏത് വണ്ടി ആയിക്കോട്ടെ, അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ നല്ല പയ്യനാണ്, നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്റെ വണ്ടി 1000 പുറത്തായിട്ടുണ്ട് കിലോമീറ്റർ. എനിക്ക് ഫ്രീ സർവീസ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ ആ ഒരു വൈപ്പറിന്റെ അതേപോലെ അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പക്കയായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ എനിക്ക് ഇതിന്റെ സർവീസ് കോസ്റ്റ് വന്നിട്ട് ഒരു 500 രൂപയുള്ളൂ. ഫ്രീ സർവീസ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ നൈട്രജൻ 4 വീൽ, നൈട്രജൻ അടിച്ചപ്പോൾ 250 രൂപ 5 വീല്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വൈപ്പർ ഉണ്ടല്ലോ, വൈപ്പറിന്റെ ആ ടാങ്കിനകത്ത് വെള്ളത്തിനകത്ത് ഫിക്സ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് 2 എണ്ണവും പിന്നെ ഈ ഗ്ലാസ് ഒക്കെ തുടയ്ക്കുന്ന ഒരു തുണിയും എല്ലാം കൂടെ ആയപ്പെടുന്നതിന് എനിക്കൊരു 532 രൂപ ആയതേ ഉള്ളൂ. വണ്ടി ഷോറൂമിൽ നിന്ന് ആള് വന്ന് എന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്ത് തിരിച്ചു എന്റെ അടുത്ത് കൊണ്ട് തന്നു. എനിക്ക് ഇത്രയും രൂപ ആയിട്ടുള്ളൂ. അവരുടെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ്. മാരുതി സുസുക്കിയുടെ സ്റ്റാഫ് എല്ലാം പക്കയാണ്. ഞാൻ തൊളിക്കോട് ഇൻഡസ് മോട്ടോഴ്സിലാണ് സർവീസ് ചെയ്യാൻ കൊടുത്തത്. വണ്ടി എടുത്തത് നമ്മുടെ പത്തനാപുരം ഇൻഡസ് മോട്ടോഴ്സ് വഴിയാണ്. ഇത് ഇൻഡസ് മോട്ടോഴ്സിലല്ല വണ്ടി ലഭിക്കുന്നത്, നെക്സയുടെ ഷോറൂമിൽ നിന്നാണ്. ഞാൻ തിരുവനന്തപുരം വരെ പോയി വണ്ടി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് പത്തനാപുരം ഇൻഡസ് മോട്ടോഴ്സിലോട്ട് തന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് എടുത്തോളാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം വെച്ചാൽ ഇതിന്റെ എക്സ്പെൻസ്, അതേപോലെ അതിന്റെ ലോണ്, ഓൺ ദ റോഡ്, വണ്ടിയുടെ യൂസർ റിവ്യൂ എല്ലാം കൂടെ ചേർന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം ബൈ ബൈ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത്. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളും എന്തൊക്കെയുണ്ട്, ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം ബൈ.